Welcome to Matcom. Matcom in a lecture series like എല്ലാവർക്കും സ്വാഗതം. നമ്മൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരുന്നത് NCERT കെമിസ്ട്രി ക്ലാസ് +2 കെമിക്കൽ കൈനറ്റിക്സ് ചാപ്റ്റർ 3 ആയിരുന്നു. അതിനകത്ത് നമ്മൾ ഡിഫറൻഷ്യൽ ഇക്വേഷൻ, ഡിഫറൻഷ്യൽ റേറ്റ് ഇക്വേഷൻ, ഓർഡർ, മോളിക്കുലാരിറ്റി, then the rate law, rate constant, the unit of rate constant, ഈ ആസ്പെക്റ്റുകളെല്ലാം നമ്മൾ ഡിസ്കസ് ചെയ്തു. നമ്മൾ കാണാൻ പോകുന്ന നെക്സ്റ്റ് ആസ്പെക്ട് that is called integrated rate equation. Mathematically, we can do two processes. One is called a differentiation and the second one is called a integration. So first we have seen differential rate equations and use of it, everything we have seen. So when we are expressing the concentration dependence on rate, or how the rate changes with the concentration, കോൺസെൻട്രേഷൻ അനുസരിച്ച് റേറ്റിൽ ഉണ്ടാകുന്ന വ്യത്യാസം എന്ന് പറയുന്നത് നമ്മൾ എന്തുപയോഗിച്ചുകൊണ്ട് എക്സ്പ്ലെയിൻ ചെയ്തു? വി എക്സ്പ്ലെയിൻ ഇറ്റ് ബൈ യൂസിങ് ദ ഡിഫറൻഷ്യൽ റേറ്റ് ഇക്വേഷൻ. ഡിഫറൻഷ്യൽ റേറ്റ് ഇക്വേഷൻ ഉപയോഗിച്ചുകൊണ്ട് ദ കോൺസെൻട്രേഷൻ ഡിപ്പെൻഡൻസ് ഓൺ റേറ്റ് നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്തു. ബട്ട് നമുക്കൊരു പർട്ടിക്കുലർ ഇൻസ്റ്റന്റിലെ റേറ്റ് കണ്ടുപിടിക്കണമെങ്കിൽ ഈ പറയപ്പെടുന്ന ഡിഫറൻഷ്യൽ റേറ്റ് ഇക്വേഷൻ എന്ന് പറയുന്നത് നമുക്ക് യൂസ്ഫുൾ അല്ല. കാരണം എന്താണ്? നമ്മൾ എങ്ങനെയാണ് ഇൻസ്റ്റന്റേനിയസ് റേറ്റ് കണ്ടുപിടിച്ചത്? ഇൻസ്റ്റന്റേനിയസ് റേറ്റ് നമ്മൾ കണ്ടുപിടിച്ചത് വി പ്ലോട്ടഡ് ദ റിയാക്ടന്റ് കോൺസെൻട്രേഷൻ വേഴ്സസ് ടൈം ഓർ പ്രൊഡക്റ്റ് കോൺസെൻട്രേഷൻ വേഴ്സസ് ടൈം. ഏത് പർട്ടിക്കുലർ ടൈമിലെയാണോ റേറ്റ് വേണ്ടത് ആ ഒരു പോയിന്റിലെ സ്ലോപ്പ് കാൽക്കുലേറ്റ് ചെയ്തിട്ടാണ് നമ്മൾ ഇൻസ്റ്റന്റേനിയസ് റേറ്റ് കാൽക്കുലേറ്റ് ചെയ്തത്. അതല്ലാതെ ഡിഫറൻഷ്യൽ റേറ്റ് ഇക്വേഷൻ ഉപയോഗിച്ചുകൊണ്ട് ഒരു പർട്ടിക്കുലർ ഇൻസ്റ്റന്റിലെ റേറ്റ് അഥവാ ഇൻസ്റ്റന്റേനിയസ് റേറ്റ് എന്ന് പറയുന്ന ഒരു കാര്യം നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാനായിട്ട് പറ്റത്തില്ല. സോ അങ്ങനെ ഡിഫിക്കൽട്ടി ഉള്ളത് കൊണ്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? ഡിഫറൻഷ്യൽ ഇക്വേഷൻ അല്ലെങ്കിൽ റേറ്റ് ലോ അല്ലെങ്കിൽ ഓർഡർ ഓഫ് ദ റിയാക്ഷൻ എന്ന് പറയുന്നത് ഡിഫറൻഷ്യൽ റേറ്റ് ഇക്വേഷൻ കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റത്തില്ല. സോ റേറ്റ് ലോ അല്ലെങ്കിൽ ഓർഡർ ഓഫ് ദ റിയാക്ഷൻ എന്ന് പറയുന്നത് ഡിഫറൻഷ്യൽ റേറ്റ് ഇക്വേഷൻ കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റാത്തത് കൊണ്ട് വി ആർ ഗോയിങ് ടു ഇന്റഗ്രേറ്റിംഗ് ദ ഡിഫറൻഷ്യൽ റേറ്റ് ഇക്വേഷൻ ആൻഡ് വി വിൽ ബി ഒബ്റ്റൈനിങ് ഇന്റഗ്രേറ്റഡ് റേറ്റ് ഇക്വേഷൻ ഫോർ ഡിഫറെന്റ് ഓർഡേഴ്സ്. അപ്പൊ എന്തുകൊണ്ടാണ്? കാരണം നമ്മൾ ഒരു ഡിഫറൻഷ്യൽ റേറ്റ് ഇക്വേഷൻ എടുത്താൽ ഡിഫറൻഷ്യൽ റേറ്റ് ഇക്വേഷൻ എന്ന് പറയുന്നത് റേറ്റും കോൺസെൻട്രേഷനും തമ്മിലുള്ള ഡിപ്പെൻഡൻസ് ആണ് അത് കാണിക്കുന്നത്. മറിച്ച് നമുക്കൊരു പർട്ടിക്കുലർ ഇൻസ്റ്റന്റിലെ റേറ്റ് വേണമെങ്കിൽ നമുക്ക് ചെയ്യാവുന്ന ഒരു കാര്യം റിയാക്ടന്റ് കോൺസെൻട്രേഷൻ വേഴ്സസ് ടൈം അല്ലെങ്കിൽ പ്രൊഡക്റ്റ് കോൺസെൻട്രേഷൻ വേഴ്സസ് ടൈം പ്ലോട്ട് ചെയ്തിട്ട് ഏതെങ്കിലും ഒരു സ്പെസിഫിക് ടൈമിലെ നമ്മൾ എന്ത് കണ്ടുപിടിക്കണം? ആ ടൈമിലെ പോയിന്റിലെ സ്ലോപ്പ് കണ്ടുപിടിക്കണം. ഫോർ എക്സാമ്പിൾ കർവ് കിട്ടി, ആ ഒരു പർട്ടിക്കുലർ പോയിന്റിലെ സ്ലോപ്പ് കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ ആ സ്ലോപ്പ് എന്ത് വരും? ഇൻസ്റ്റന്റേനിയസ് റേറ്റ് കിട്ടും. ആ ഇൻസ്റ്റന്റേനിയസ് റേറ്റ് അല്ലാതെ ഡിഫറൻഷ്യൽ റേറ്റ് ഇക്വേഷൻ കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റത്തില്ല. സോ അതുകൊണ്ട് റേറ്റ് ലോ അല്ലെങ്കിൽ ഓർഡർ ഓഫ് ദ റേറ്റ് ഓർഡർ കാൽക്കുലേറ്റ് ചെയ്യാനായിട്ടൊക്കെ നമ്മൾ എന്ത് ചെയ്യും? ഡിഫറൻഷ്യൽ റേറ്റ് ഇക്വേഷനെ ഇന്റഗ്രേറ്റ് ചെയ്യും. അതാണ് നമ്മൾ ചെയ്യാനായിട്ട് പോകുന്നത്. സോ നമ്മൾ പറഞ്ഞു എന്നിന്റെ വാല്യൂ അനുസരിച്ച് n എന്ന് പറയുന്ന ഓർഡർ ഓഫ് ദ റിയാക്ഷൻ ആണ്. എന്നിന്റെ വാല്യൂ അനുസരിച്ച് ഓർഡർ ചേഞ്ച് ആവുന്നു. സോ ദ ഫസ്റ്റ് ഈസ് കോൾഡ് ദ സീറോ ഓർഡർ റിയാക്ഷൻ. What do you mean by zero order reaction? Zero order reaction means the rate will be equal to rate constant into concentration of reactant raised to the power of 0. അതായത് അതിൽ നിന്ന് എന്ത് മനസ്സിലാക്കാം? The rate is equal to the rate constant into the concentration of reactant raised to the power of order. Order എന്താണ്? 0 ആണ്. Any number raised to 0 is 1. That means എന്താണ്? Rate is independent on the reactant concentration. So what we can say, in the case of the zeroth order, the rate of the reaction is independent on reactant concentration. The rate of the reaction is independent on reactant concentration. So what we can write? ഏതെങ്കിലും ഒരു റിയാക്ഷനിൽ റിയാക്ടന്റ് പ്രൊഡക്റ്റായി മാറുകയാണ് എങ്കിൽ നമുക്ക് എന്ത് എഴുതാൻ പറ്റും? ദ റേറ്റ് ഈസ് ഈക്വൽ ടു റേറ്റ് കോൺസ്റ്റന്റ് ഇൻറ്റു റിയാക്ടന്റ് കോൺസെൻട്രേഷൻ റേസ് ടു ദ പവർ ഓഫ് 0. So that is equal to r raised to 0 is 1. So the rate will be equal to a constant that is equal to k. Fine. Then അങ്ങനെയാണ് എങ്കിൽ നമുക്കറിയാം റേറ്റ് ക്യാൻ ബി എക്സ്പ്രസ്ഡ് ബൈ യൂസിങ് ഡിഫറൻഷ്യൽ ഇക്വേഷൻ ആസ് മൈനസ് dr divided by dt. That means what is the change in the reactant concentration in a time change of dt. So this will be equal to k.
This will be equal to k. That means if you write it, rearrange it, you will get minus dr is equal to k into dt, or you can write it as dr is equal to minus k into dt. dr is equal to minus k into dt. So നമുക്കറിയാം, if you are having an differential equation, if you want to integrate, do integration on the both sides. So what will you get? Integral of minus dr, integrating on both sides, integrating on both sides, you will get my dr is equal to integral of minus k dt, that is equal to integral of dx equal to x. That means integral of dr will be equal to r. So this is equal to r. Then the integral of minus k dt, k is a constant. If you are integrating, you can take constant outside. So it will become the integral of minus k dt can be written as minus k into integral dt. The integral dt is equal to t. So this is equal to minus kt. But when you're considering the integration can be classified as two types. One is called the definite integral. Another one is called the indefinite integral. That means ഏതെങ്കിലും ഒരിടത്തിനകത്ത് ആ ഫംഗ്ഷന്റെ വാല്യൂ എവിടം മുതൽ എവിടം വരെയാണ് വേരി ചെയ്യുന്നത് എന്ന് നമ്മൾ സ്പെസിഫൈ ചെയ്യുന്നുണ്ടെങ്കിൽ അവയെ വിളിക്കുന്ന പേരാണ് ഡെഫിനിറ്റ് ഇന്റഗ്രൽ. ദാറ്റ് മീൻസ് ഡെഫിനിറ്റ് ഇന്റഗ്രൽ വിൽ ബി ഹാവിംഗ് എ ലോവർ ലിമിറ്റ് ആസ് വെൽ ആസ് അപ്പർ ലിമിറ്റ്. ഒരു ഡെഫിനിറ്റ് ഇന്റഗ്രലിനെ സംബന്ധിച്ചിടത്തോളം ഒരു ലോവർ ലിമിറ്റ് ഉണ്ടാവും, അതുപോലെ തന്നെ വേറെന്തുണ്ടാവും, ഒരു അപ്പർ ലിമിറ്റും ഉണ്ടാവും. ഇവിടെ ലോവർ ലിമിറ്റ് ഇവിടെ എഴുതും, അപ്പർ ലിമിറ്റ് ഇവിടെ എഴുതും. ലോവർ ലിമിറ്റും അപ്പർ ലിമിറ്റും എഴുതാത്തതിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് ഇൻഡെഫിനിറ്റ് ഇന്റഗ്രൽ. നമ്മൾ ഇൻഡെഫിനിറ്റ് ഇന്റഗ്രൽ ചെയ്യുമ്പോൾ ലോവർ ലിമിറ്റും അപ്പർ ലിമിറ്റും സ്പെസിഫൈ ചെയ്യാത്തത് കൊണ്ട് വി വിൽ ബി ഇൻട്രൊഡ്യൂസിംഗ് എ കോൺസ്റ്റന്റ് ദാറ്റ് ഈസ് കോൾഡ് കോൺസ്റ്റന്റ് ഓഫ് ഇന്റഗ്രേഷൻ ഓർ ഇന്റഗ്രേഷൻ കോൺസ്റ്റന്റ്. ദാറ്റ് ഈസ് കോൾഡ് കോൺസ്റ്റന്റ് ഓഫ് ഇന്റഗ്രേഷൻ ഓർ ഇന്റഗ്രേഷൻ കോൺസ്റ്റന്റ്. അത് നമ്മൾ എക്സ്പ്രസ് ചെയ്യാൻ ഉപയോഗിക്കുന്ന ലെറ്റർ ആണ് ക്യാപിറ്റൽ ലെറ്റർ ഐ. So this will be equal to minus kt plus I. Then നമ്മളൊരു ഇന്റഗ്രേഷൻ കോൺസ്റ്റന്റ് കൊടുത്തു കഴിഞ്ഞാൽ നമ്മൾ ആ ഒരു ഇന്റഗ്രേഷൻ കോൺസ്റ്റന്റിന്റെ വാല്യൂ കണ്ടുപിടിക്കണം. എങ്ങനെ നമുക്ക് ഇന്റഗ്രേഷൻ കോൺസ്റ്റന്റിന്റെ വാല്യൂ കണ്ടുപിടിക്കാം? ഫോർ എക്സാമ്പിൾ ഇവിടെ നോക്കുമ്പോൾ ഇവിടുത്തെ ഒരു വേരിയബിൾ എന്ന് പറയുന്നത് ടൈം ആണ്. ടൈമിന് നമുക്ക് 0 എന്ന് കൊടുത്താൽ when, let it be equation number 1, when t is equal to 0, ടൈം 0 ആകുമ്പോൾ റിയാക്ടന്റിന്റെ കോൺസെൻട്രേഷൻ എന്ന് പറയുന്നത് ഇനിഷ്യൽ കോൺസെൻട്രേഷൻ ഓഫ് ദ റിയാക്ടന്റ് ആണ്. സോ ദ ആർ വിൽ ബിക്കം ഈക്വൽ ടു ആർ നോട്ട്. കറക്റ്റ്. സോ ഇക്വേഷൻ 1 വിൽ ബി റീപ്ലേസ്ഡ് ആസ് ആർ നോട്ട് ഈസ് ഈക്വൽ ടു മൈനസ് കെ ഇൻറ്റു 0 പ്ലസ് ഐ. ദാറ്റ് ഈസ് ഐ ഈസ് ഈക്വൽ ടു ആർ നോട്ട്. ഐയുടെ വാല്യൂ എന്ത് കിട്ടി? ആർ നോട്ട് എന്ന് കിട്ടി. സോ വി ക്യാൻ ടേക്ക് ഇറ്റ് ആസ് ഇക്വേഷൻ നമ്പർ 2. സോ വി ഒബ്റ്റെയിൻ integration constant value r naught എന്ന് കിട്ടി. So we can substitute equation number 2 in equation number 1 implies that r is equal to minus kt plus r naught. Okay. If you take this thing to the other side, what will you get? So you will get kt is equal to r naught minus r. Kt is equal to r naught minus r. Therefore t is equal to r naught minus r divided by k. K is the rate constant of the first order, zero order reaction. R naught is the initial concentration. R is the concentration of the reactant remaining at the time t. That means if you want to find out what is the concentration of the reactant remaining at one particular time, we can calculate by using this particular equation. Or if you want to calculate how much time will the reactant take in order to reduce it from 100% to 60% or 100% to 20%, all these things can be calculated from this. Okay, clear? So this is the integrated rate equation for pseudo order kinetics. So t is equal to r naught minus r divided by k. So when you are considering this, we can rearrange this particular equation as kt is equal to r naught minus r, or we can write it as r is equal to r naught minus kt. R naught minus kt. Here r is a variable, time is a variable, k constant and r naught constant. So we will straight line formula. This is equal to y equal to
mx plus c. Correct? So x in time varum. So if you are plotting the reactant concentration of the reactant versus time, you will be getting a straight line graph. But here m is the slope of the curve. M is the slope of the curve. Slope positive and you will get a curve like this. Slope negative and you will get a curve like this. So this is slope positive. This is slope negative. So what will you get? You will get a straight line graph with a negative slope. So when you are extending it up to the y-axis, it will coincide here. This point is called y-intercept. From the linear equation, C is called a y-intercept. So y-intercept in a value the initial concentration of the reactant, adava R naught and the initial concentration of the reactant, adava R naught and the clear? So this is the example for a zero order kinetics. Then zero order kinetics follow a reaction exam point of view. So example for that particular reaction is the decomposition of gaseous ammonia, that means ammonia in gaseous state, on a hot platinum surface. That means if you are having ammonia gas, the platinum is acting as the catalyst at a hot condition. That means at 1130 Kelvin, very high temperature, it will get decomposed to nitrogen and hydrogen. Both are in gaseous state. In this particular reaction, if you are writing the rate will be equal to the rate constant into concentration of ammonia raised to the power of 0. In this particular reaction, the platinum is acting as the catalyst. Okay? The platinum is acting as the catalyst. When the pressure is very high, it's a gaseous system, so we won't be speaking about concentration. We will be talking about the pressure. So the metal surface will be getting saturated with the gaseous molecule. For example, we are having ammonia molecule. These ammonia molecules will be adsorbed on the catalyst surface. So basically, when you are considering the action of a catalyst, action will be of a catalyst is happened usually by a process called adsorption. അതായത് ഒരു കാറ്റലിസ്റ്റ് ഉണ്ടെങ്കിൽ ആ കാറ്റലിസ്റ്റിന്റെ സർഫസിൽ വന്ന് ഈ മോളിക്യൂൾസ് അഡ്സോർബ് ചെയ്യപ്പെട്ടാണ് പ്രോസസ് നടക്കുന്നത്. ദാറ്റ് മീൻസ് the change in the reaction condition further, which will not be altering the amount of ammonia that is present on the surface of the catalyst. For example, at a very high pressure, it is a gaseous system. അപ്പോൾ നമ്മൾ എന്താണ് ഈ കാറ്റലിസ്റ്റിന്റെ സർഫസിൽ അമോണിയ മോളിക്യൂൾസ് ഉണ്ടാവും. ഇത് അഡ്സോർബ് ചെയ്യപ്പെട്ടതിന് ശേഷം ഈ റിയാക്ഷൻ അവിടെ ഫർദർ ആയിട്ട്, ഫോർ എക്സാമ്പിൾ അമോണിയ ഡീകമ്പോസ് ചെയ്ത് ഹൈഡ്രജനും നൈട്രജനുമായി മാറുന്നു. അവിടെ ഈ പറയപ്പെടുന്ന റിയാക്ഷൻ കണ്ടീഷൻസിന് വ്യത്യാസം വരുത്തുക, അല്ലെങ്കിൽ നമ്മൾ അമോണിയയുടെ കോൺസെൻട്രേഷൻ വ്യത്യാസം വരുത്തി എന്ന് പറഞ്ഞുകൊണ്ട് ആ സർഫസിൽ അഡ്സോർബ് ചെയ്യപ്പെടുന്ന മോളിക്യൂൾസിന്റെ എണ്ണത്തിന് വേരിയേഷൻ വരില്ല. അതുകൊണ്ട് തന്നെ ദ റിയാക്ഷൻ റേറ്റ് എന്ന് പറയുന്നത് അമോണിയയുടെ കോൺസെൻട്രേഷനെ ഡിപ്പെൻഡ് ചെയ്യുന്നില്ല. പെട്ടെന്ന് നമ്മൾ ഓർക്കും, അതിനകത്തൊരു ബേസിക് അണ്ടർസ്റ്റാൻഡിംഗ് ഉണ്ട്. പെട്ടെന്ന് നമ്മൾ ഓർക്കും റിയാക്ഷൻ റേറ്റ് 0 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അപ്പൊ റിയാക്ടന്റ് പ്രസന്റ് അല്ല എങ്കിൽ അവിടെ റിയാക്ഷൻ നടക്കുമോ എന്ന്. നോ, അങ്ങനെയല്ല. നമുക്കൊരു റിയാക്ടന്റിന്റെ പ്രസൻസ് അവിടെ ഉണ്ടാവണം, പക്ഷെ റിയാക്ടന്റിന്റെ കോൺസെൻട്രേഷൻ മാറ്റുന്ന അനുസരിച്ച് റേറ്റിൽ വ്യത്യാസം വരുന്നില്ല. കൺഫ്യൂസ്ഡ് ആവരുത്. ഫോർ എക്സാമ്പിൾ, റിയാക്ടന്റിന്റെ കോൺസെൻട്രേഷൻ മാറ്റുന്ന അനുസരിച്ച് റിയാക്ഷന്റെ സ്പീഡിന് വ്യത്യാസം വരുന്നുണ്ടെങ്കിലാണ് എന്ന് പറയുന്നത് നമുക്ക് കോൺസെൻട്രേഷൻ ഡിപ്പെൻഡന്റ് എന്ന് പറയാൻ പറ്റുക. ഇവിടെ സംഭവിക്കുന്നത് നമുക്ക് റിയാക്ടന്റ് ഉണ്ടാവണം, പക്ഷെ റിയാക്ടന്റിന്റെ കോൺസെൻട്രേഷൻ കൂട്ടി അല്ലെ കുറച്ചു എന്ന് പറഞ്ഞുകൊണ്ട് റിയാക്ഷന്റെ റേറ്റിൽ അല്ലെ റിയാക്ഷന്റെ സ്പീഡിൽ വ്യത്യാസം വരുന്നില്ല. അതിന് കാരണം ഈ പറയപ്പെടുന്ന കാറ്റലിസ്റ്റിന്റെ സർഫസിൽ റിയാക്ടന്റ് മോളിക്യൂൾ അഡ്സോർബ് ചെയ്യപ്പെടുന്നതിന് ശേഷം നമ്മൾ അവിടെ കോൺസെൻട്രേഷൻ ഓഫ് ദ റിയാക്ടന്റ് കൂട്ടിയാലും കുറച്ചാലും അത് റിയാക്ഷൻ റേറ്റിനെ മാറ്റത്തില്ല. കാരണം ഫുള്ളി അഡ്സോർബ്ഡ് ആണ്. പിന്നെ വേറൊരു മോളിക്യൂൾ അതിന്റെ മുകളിലേക്ക് വരികയോ അല്ലെങ്കിൽ വേറൊരു മോളിക്യൂളിൽ അവിടെ നിന്ന് റിമൂവ് ആവപ്പെടുകയോ ചെയ്യുന്നില്ല. സോ ഓട്ടോമാറ്റിക്കലി സ്പീക്കിംഗ് എന്ത് സംഭവിക്കും? ആ റിയാക്ടന്റ് കോൺസെൻട്രേഷനെ റേറ്റ് എന്ന് പറയുന്നത് ഡിപ്പെൻഡ് ചെയ്യത്തില്ല. സോ ഇതാണ് സീറോ ഓർഡർ കൈനറ്റിക്സുമായിട്ട് ബന്ധപ്പെട്ടുള്ള ഇന്റഗ്രേറ്റഡ് റേറ്റ് ഇക്വേഷൻ. ആ റേറ്റ് ഇക്വേഷൻ ഇമ്പോർട്ടന്റ് ആണ്, ഗ്രാഫ് ഇമ്പോർട്ടന്റ് ആണ്. എന്തുകൊണ്ടാണ് ഡീകമ്പോസിഷൻ ഓഫ് അമോണിയ എന്ന് പറയുന്നത് സീറോ ഓർഡർ കൈനറ്റിക്സ് ഫോളോ ചെയ്യുന്നു എന്നുള്ളതും ഇമ്പോർട്ടന്റ് ആണ്. എക്സ്പ്ലനേഷൻ ക്ലിയർ ആണെന്ന് വിശ്വസിക്കുന്നു. റേറ്റ് എന്ന് പറയുന്നത് റിയാക്ടന്റ് കോൺസെൻട്രേഷനെ ഡിപ്പെൻഡ് ചെയ്യുന്നില്ല എന്നുള്ളതാണ് മീനിങ്, അല്ലാതെ റിയാക്ടന്റിന്റെ കോൺസെൻട്രേഷൻ ഇല്ലാതെ റിയാക്ഷൻ നടക്കും എന്നുള്ളതല്ല അതിന്റെ മീനിങ് എന്ന് പറയുന്നത്. എക്സ്പ്ലനേഷൻ ക്ലിയർ ആണെന്ന് വിശ്വസിക്കുന്നു.
നിങ്ങൾക്ക് എന്തെങ്കിലും ഫർദർ ക്ലാരിഫിക്കേഷൻ ആവശ്യമാണെങ്കിൽ ഡു ലെറ്റ് മീ നോ ഇൻ ദ കമന്റ് സെക്ഷൻ. ആസ് എ ടോക്കൺ ഓഫ് ഗ്രാറ്റിറ്റ്യൂഡ്, please like to this particular video, subscribe to our channel, share with your friends, teachers, relatives, everyone. Keep watching, keep learning. Thanks for watching. Bye.